ചില മാലകളൊക്കെ കാണുമ്പോഴല്ല ഇത് ഏതെങ്കിലും കാട്ടുജാതിയൊക്കെ ഇട്ടോളും അങ്ങനെ പറയും. ഞാനൊരു SC വിഭാഗത്തിൽപ്പെട്ട കുട്ടിയാണ്. കഞ്ചാവ് കേസിൽ പിടിച്ചു കഴിഞ്ഞാല് ജാതി, എന്തെങ്കിലും കട്ടിട്ട് പിടിച്ചു കഴിഞ്ഞാല് ജാതി, ജാതിയും രാഷ്ട്രീയവും പറഞ്ഞു കഴിഞ്ഞാല് എവിടെയും രക്ഷപ്പെടാൻ പറ്റുന്നുള്ള മലയാളികളുടെ തോട്ട് കൂടി വരാണ്. വെറും 3 മിനിറ്റിൽ ഞാൻ നിങ്ങൾക്ക് ഈ പ്രശ്നം പറഞ്ഞുതരാം. ഇതിൽ 2 സൈഡ് ഉണ്ട്. ഒന്ന് ദിയാകൃഷ്ണന്റെയും കൃഷ്ണകുമാറിന്റെയും ഭാഗം, ഒന്ന് പരാതിക്കാരുടെ ഭാഗം. അവർക്ക് എന്താ പറയാനുള്ളത് നമുക്ക് നോക്കാം. സ്ഥാപനം കുറച്ച് 21 ഏത് വർഷം സ്റ്റാർട്ട് ചെയ്ത് 21 സ്റ്റാർട്ട് ചെയ്തു. നന്നായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇവിടെ കല്യാണം കഴിഞ്ഞ സമയത്ത് ഇവിടെ ഗർഭിണിയാകുമ്പോൾ സ്വാഭാവികമായിട്ടും സ്ത്രീകൾക്ക് സിക്നസ് ഉണ്ടാവും, പലർക്കും പല രീതിയിലാണ്. അപ്പോൾ ഇവൾക്കും വീടും ആശുപത്രിയായിട്ട് ആദ്യത്തെ ഒരു 5 മാസം പോയ സമയത്ത് ഈ കുട്ടികളുടെ നേരത്തെ വർക്ക് ചെയ്യുന്ന ഇവരുമായിട്ട് നല്ല ബന്ധമാണ്. ഇവരുടെ എല്ലാ പ്രോഗ്രാം നോക്കിയ കുട്ടികളാണ് ഫോട്ടോയിൽ നിൽക്കുന്നത്. അപ്പോൾ അവരെ വിശ്വസിച്ച് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ കുറച്ച് ഇപ്പോൾ ഓഡിറ്ററിൻ്റെ അവിടെ നിന്നൊരു ഇത് വന്നു, ഒരു വേരിയേഷൻ കാണുന്നുണ്ട്. കാരണം വരവും സ്റ്റോക്കും തമ്മിൽ മാച്ച് ആവുന്നില്ല. അപ്പോൾ അത് ചോദിച്ചപ്പോഴത്തേക്ക് ആണ് ഈ പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത്. എനിക്കൊന്ന് മെയ് 27 അവിടെ ചോദിക്കുന്നു, പിന്നെ അവർ കിടന്ന് വിളിക്കുന്നു, അവർ കിടന്ന് കുറേ കാര്യങ്ങൾ പറഞ്ഞു. കുറച്ച് പൈസ ഞങ്ങൾ എടുത്തു, തിരിച്ചു തരാം. അങ്ങനെ പൈസ തരാമെന്ന് പറഞ്ഞ് ഇവർ ഫ്ലാറ്റിലോട്ട് വരുന്നു. ഫ്ലാറ്റിൽ വരുമ്പോഴത്തേക്ക് അവർ കുറച്ച് ചെറിയൊരു സംഖ്യയായിട്ടാണ് വന്നത്. ചില മാലകളൊക്കെ കാണുമ്പോഴല്ല ഇത് ഏതെങ്കിലും കാട്ടുജാതിയൊക്കെ ഇട്ടോളും അങ്ങനെ പറയും. ഞാനൊരു SC വിഭാഗത്തിൽപ്പെട്ട കുട്ടിയാണ്. എനിക്കത് പലപ്പോഴും അവരോട് എനിക്കത് വിഷമാവുന്നു. അതുപോലെ തന്നെ ഞങ്ങളെ കാറ് കയറ്റി നീ മുക്കൂത്തിയാണോ, അവൻ മുക്കുവനാണോ? അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഹിന്ദു ആണെന്ന് പറഞ്ഞു. ഏത് ഹിന്ദു? എന്തോ ഒരു വാക്ക് പറഞ്ഞു, വാണാനോ, എനിക്കത് മനസ്സിലായില്ല. അങ്ങനെ ചോദിച്ചു. അത് ഞാൻ ആദ്യമായിട്ട് കേൾക്കും. അങ്ങനെ അവര് നന്നായിട്ട് സംസാരിച്ച്. കൃഷ്ണകുമാറിന്റെ വൈഫ് സംസാരിച്ചിട്ട് എന്റെ അച്ഛൻ ആരാ നിനക്ക് ഇപ്പൊ കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് അച്ഛനെ കൊണ്ട് വിളിപ്പിക്കണം. അച്ഛൻ എന്റെ നമ്പറിൽ നിന്ന് വിളിച്ചിട്ട് നിനക്ക് എന്റെ മോളെ ഭീഷണിപ്പെടുത്താറായല്ലേ, ആ വോയിസ് കേട്ടാ അറിയാം ആരാണ് അവിടെ ഭീഷണിപ്പെടുത്തുന്നതെന്ന്. നീയൊക്കെ ചെയ്യാനുള്ളത് ഇവിടെ ഭരിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരൊന്നും എന്നെ വന്ന് ഒരു പുല്ലും ചെയ്യാൻ പോലുള്ള, എനിക്ക് അങ്ങ് കേന്ദ്രത്തിലാണ് പിടിപാടെന്നാണ് പറഞ്ഞേക്കുന്നത്. ഇപ്പൊ നിങ്ങൾ 2 ഭാഗവും കണ്ട്. ഈ ദിയാകൃഷ്ണന്റെ ബിസിനസ് സ്ഥാപനത്തിൽ നിന്ന് 3 ആൾക്കാർ വന്ന് കളവ് നടത്തി. അത് 10 ആണോ 20 ആണോ 30 ലക്ഷം എന്ന് എനിക്കറിയില്ല. പക്ഷെ 8 ലക്ഷം രൂപ അവർ തന്നെ തിരിച്ചു കൊണ്ടുവന്നിട്ട് ബാക്കി തരാന്നും പറഞ്ഞു. പിന്നെ അവർ വീട്ടിലേക്ക് തിരിച്ചു വന്നപ്പോ അവിടുത്തെ ഭർത്താക്കന്മാർ പറഞ്ഞു ഇത് ബാക്കി കൊടുക്കാനൊന്നും നമ്മുടെ അടുത്ത് പൈസ ഇല്ല, നമ്മളെ പൈസ പുട്ടടിച്ചിക്കണ്. അപ്പൊ ഇനി എന്ത് ചെയ്യണം എന്ന് പറഞ്ഞപ്പോ ഇപ്പം മലയാളികളിൽ നല്ല ചൂടോടെ വിൽക്കാൻ പറ്റിയ സാധനം എന്താന്ന് ചോദിച്ചാൽ ഒറ്റ സാധനമേ ഇല്ലു. ഒന്നിക്കെ ജാതി അല്ലെങ്കിൽ രാഷ്ട്രീയം. ഇത് രണ്ടും പറഞ്ഞു കഴിഞ്ഞാൽ 2 വിഭാഗം. അപ്പൊ മലയാളികളെ പറ്റിക്കുക, കേസ് അങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുപോകുക. അപ്പൊ നേരെ വന്നിട്ട് ഇവരെ വിളിച്ചു പറയാം ഇനി നമുക്ക് പൈസ തരാനൊന്നും പറ്റൂല, അങ്ങനെ ഇങ്ങനെ. എന്നിട്ട് ഇവര് കേസ് കൊടുക്കുകയും ചെയ്തു. എന്നാ പിന്നെ അതിനൊരു കൗണ്ടർ കേസ് കൊടുത്തേക്കാം. എന്താന്ന് ജാതി നമ്മളത് വിളിച്ചിനി, പറയാൻ പാടില്ല, അങ്ങനെ വിളിച്ചിനി, അങ്ങനെ ചീത്ത വിളിച്ചെന്ന് പറയുന്ന ഒരു സംഭവത്തിലേക്ക് കയറി. കാരണം നമ്മളെല്ലാവരും ഒന്നിച്ചു പോകുന്ന ആർക്കും ഇവിടെ എന്താ പറയുക ജാതിന്നോ മതന്നോ ഒരു സംഭവമില്ല. ഇതെന്താക്കാം, ഇത് അവർക്ക് രക്ഷപ്പെടാൻ വേണ്ടിക്ക് ഓരോ എന്താ പറയുക സമൂഹത്തിനെ കൂട്ടുപിടിക്കാം. എന്നാ പിന്നെ അത് അയ്യോ നമ്മൾക്ക് അങ്ങനെ പറഞ്ഞിട്ട് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. ഇതില് സിമ്പിൾ ആയിട്ട് ഒന്നേ ഉള്ളൂ. ഇതില് കട്ടുക, തിന്ന, ചിന്തിക്കുക, ഉഷാറായിരിക്കുക.